ലിയോ സൂപ്പർ ഹിറ്റ് ആയതിനു പിന്നാലെ ബോക്സ് ഓഫീസ് കീഴടക്കാൻ അടുത്ത ചിത്രവുമായി എത്തുകയാണ് ലോകേഷ് കനകരാജ്. തമിഴകത്തിന്റെ സ്വന്തം സൂപ്പർ സ്റ്റാർ രജനി നായകനായി എത്തുന്ന കൂലിയിലൂടെ തലൈവർ 171 എന്ന് താൽക്കാലികമായി പേരിട്ട ചിത്രമാണ് കൂലി എന്ന പേര് പുറത്തെത്തുന്നത്. സ്വർണ്ണക്കടത്ത് പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന ആക്ഷൻ ഡ്രാമയാണ് ചിത്രം. തമിഴ്നാട്ടിലെ ഒരു തുറമുഖം വഴി നടക്കുന്ന അധോലോക സംഘത്തിന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കഥയാണ് ചിത്രം പറയുന്നത്. ലോകേഷിന്റെ മുൻ സിനിമകൾ മയക്കുമരുന്ന് സംഘങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരുന്നത്. സ്വർണ്ണക്കടത്ത് പ്രമേയമാകുന്നത് ആദ്യമായാണ്. സിനിമയിൽ രജനി ഇരട്ട വേഷത്തിൽ അധോലോക നായകനായിട്ടാണ് എത്തുകയെന്നാണ് റിപ്പോർട്ട്. ഒരു പക്ക മാസ് ആക്ഷൻ ചിത്രമായിരിക്കുമെന്ന സൂചനയാണ് ചിത്രത്തിൻ്റെതായി പുറത്തുവന്ന ടീസർ നൽകുന്നത്. ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേന്ദ്രത്തിൽ രജനീകാന്തിന്റെ കഥാപാത്രം വന്നെത്തുന്നതും വില്ലന്മാരെ അടിച്ചൊതുക്കുന്നതുമായിരുന്നു ടീസറിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒറ്റ മാത്രയിൽ തിയേറ്റർ കുലുക്കാൻ പോകുന്ന സിനിമയെന്ന് ടീസർ കണ്ടാൽ നിസ്സംശയം പറയാൻ സാധിക്കും. അതേസമയം ടീസറിൽ റോളക്സ് വാച്ചിന് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉൾപ്പെട്ട ചിത്രമായിരിക്കും കൂലി എന്ന ചർച്ചകളും ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുന്നുണ്ട്. ലോകേഷ് കനകരാജിന്റെ വിക്രമിൽ സൂര്യ അവതരിപ്പിച്ച കൊടും വില്ലന്റെ പേര് റോളക്സ് എന്നാണ്. 2019 കാർത്തി നായകനായി പുറത്തിറങ്ങിയ കൈദിയിലൂടെയാണ് ലോകേഷ് തന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് ആരംഭിക്കുന്നത്. 2022 വിക്രമിലെത്തിയപ്പോൾ കമൽഹാസൻ, വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ തുടങ്ങിയവരുടെ കഥാപാത്രങ്ങളെ വെച്ച് കൈദിയുമായി കണക്ഷൻ ഉണ്ടാക്കിയിരുന്നു. ഈ സിനിമയിലാണ് ലോകേഷ് തന്റെ റോളക്സ് എന്ന വില്ലനെ അവതരിപ്പിക്കുന്നത്. ക്ലൈമാക്സിൽ സൂര്യ ക്യാമിയോ റോളിലൂടെ വന്ന് ഞെട്ടിച്ച കഥാപാത്രം. ഇതുമായി കൂലിക്ക് കണക്ഷൻ ഉണ്ടെന്നും ഒരു വിഭാഗം ഇതിനോടകം അഭിപ്രായപ്പെടുന്നുണ്ട്. ചിത്രത്തിലെ രജനീകാന്തിന്റെ ലുക്ക് ടെസ്റ്റ് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കറുപ്പണിഞ്ഞ് രുദ്രാക്ഷവും കറുത്ത കൂളിംഗ് ഗ്ലാസും ധരിച്ച് കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്ന രജനീകാന്തിന്റെ സ്റ്റൈൽ അന്നേ ആരാധകർ ഏറ്റെടുത്തിരുന്നതാണ്. തൊട്ടു പിന്നാലെ പാരഞ്ജിത്തിന്റെ സംവിധാനത്തിലെത്തിയ കാല എന്ന ചിത്രത്തിലെ ലുക്കുമായി സാമ്യമുണ്ടെന്ന് പറഞ്ഞ് വിമർശനങ്ങൾ തലപൊക്കിയിരുന്നു. എന്തായാലും തെന്നിന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ജൂൺ 6 ചെന്നൈയിൽ ആരംഭിക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ നീട്ടിവെക്കുകയായിരുന്നു. വേട്ടയന്റെ തിരക്കുകൾക്ക് ശേഷമാണ് കൂലിയുടെ ചിത്രീകരണ തിരക്കിലേക്ക് രജനി കടന്നിരിക്കുന്നത്. ഹൈദരാബാദിലാണ് ഷൂട്ട് ആരംഭിച്ചിരിക്കുന്നത്. തമിഴകത്ത് മാത്രമല്ല രാജ്യത്തൊട്ടാകെ ആരാധകരുള്ള സംവിധായകനാണ് ലോകേഷ് കനകരാജ്. ഈ സംവിധായകനൊപ്പം രജനീകാന്ത് കൈകോർക്കുന്നു എന്ന വാർത്ത ആവേശത്തോടെയാണ് സിനിമാ പ്രേമികൾ ഏറ്റെടുത്തത്. സംവിധാനം ചെയ്ത സിനിമകളെല്ലാം ഹിറ്റായതുകൊണ്ടും ലിയോയുടെ വൻ വിജയത്തിന് ശേഷം സംവിധാനം ചെയ്യുന്ന ചിത്രമായതുകൊണ്ടും ആരാധകർക്ക് കൂലിയിൽ അമിത പ്രതീക്ഷയുണ്ട്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ സത്യരാജും ശ്രുതി ഹാസനും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അനിൽ രവിചന്ദ്ര സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഗിരീഷ് ഗംഗാധരനാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.